അക്കാലത്ത് സ്നാപയോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു. മാനസാന്തരപ്പെടുവിൻ, സ്വഗ്രാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവനെപ്പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ വഴി ഇങ്ങനെ അരുളി ചെയ്യപ്പെട്ടത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൾവാറും ധരിച്ചിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. ജെറൂസലേമിലെയും യൂദയ മുഴുവനിലെയും ജോർദാൻ്റെ പരിസര പ്രദേശത്തിലുള്ള ജനം അവൻ്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദി വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ യൂദയായിലെ മരുഭൂമിയിൽ യോഹന്നാൻ വന്ന് പ്രസംഗിക്കുകയാണ്. ഈ മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ശബ്ദങ്ങളേക്കാൾ കൂടുതൽ കേൾക്കപ്പെടാത്ത ശബ്ദങ്ങളുടെ ഭൂമികയാണ് മരുഭൂമി. ഒന്നും തിരിച്ചു കൊടുക്കാത്ത, നന്മകളൊന്നും തിരിച്ചു കൊടുക്കാത്ത ഭൂമികയാണ് മരുഭൂമി. എപ്പോഴും രാത്രിയിൽ കടും തണുപ്പ്, പകലിൽ കൊടും ചൂട്, വിഷസർപ്പങ്ങളുടെ വിഹാര രംഗം. അതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു കാലാവസ്ഥയിലാണ് ഈ യോഹന്നാൻ പ്രസംഗം ആരംഭിക്കുന്നത്. നമ്മളൊക്കെ പലപ്പോഴും ഇന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്നു. ആൾ കുറവാണെങ്കിൽ നമ്മൾ പ്രസംഗത്തിന് പോകത്തില്ല. അടുത്തതായിട്ട് നമ്മളെ വേണ്ട രീതിയിൽ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കത്തില്ല. ഈ രീതിയിലുള്ള അധപ്പതനത്തിൻ്റെ ഒരു തലം നമ്മുടെ ഇടയിൽ എങ്ങനെയൊക്കെയോ രൂപപ്പെടുന്നത് വളരെ വേദനയോടുകൂടിയാണ് കാണുന്നത്. നമ്മുടെ കർത്താവിന് ഒരു സമയമുണ്ടായിരുന്നില്ല. ഒരാൾ മാനസാന്തരത്തിൻ്റെ ഒരു ഫലത്തിലേക്ക് കടന്നു വരും എന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര കാലം നടക്കാനും അവന് പ്രയാസമില്ലായിരുന്നു. എത്ര ആളുകളുടെ ഇടയിൽ നിന്ന് അവരെ മാനസാന്തരപ്പെടുത്തുവാൻ സമയങ്ങൾ ചെലവഴിക്കേണ്ടി വന്നാലും അവന് പ്രയാസമില്ലായിരുന്നു. അവനൊരു അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യമില്ലായിരുന്നു. കാരണം എല്ലായ്പ്പോഴും അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. നമുക്ക് നന്മ ചെയ്യാം എങ്ങനെ പറ്റും എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ജീവിതയാത്രയിൽ നമ്മുടേതായിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാകുന്നത്. മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുമ്പോൾ, അവരിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ സമയവും അവരുടെ സൗകര്യമാണ് നമ്മുടെ സൗകര്യം. നമ്മൾ ഇവിടെ കാണുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം, യോഹന്നാൻ ഈ മരുഭൂമിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ആരും കേൾക്കാത്ത മണ്ണിൽ നിന്നുകൊണ്ട് പറയുകയാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വഗ്രാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ആ ശ്രദ്ധിക്കപ്പെടാത്ത സ്വരം ശ്രദ്ധിക്കാൻ തക്കവണ്ണം ജനത്തെ ദൈവം തമ്പുരാൻ ഉണർത്തി അവൻ്റെ സ്വരത്തിൻ്റെ മുമ്പിൽ. അതായത് ഒരാൾക്ക് തീ പിടിച്ചാൽ എവിടേക്ക് വേണമെങ്കിലും തീയെ പടർത്താൻ കഴിവുള്ള ഒരു ദൈവം, ആത്മാവിൻ്റെ ശക്തി തരുന്ന ഒരു ദൈവം നമുക്ക് കൂട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ അഗ്നി ആളിപ്പടരാൻ വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ജ്വലനം നമ്മുടെ ജീവിതത്തെ നമ്മൾ സ്വായത്തമാക്കേണ്ടതാണ്. ഇവിടെ കർത്താവിൻ്റെ വഴികൾ ഒരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ എന്ന് പറയുകയാണ്. വഴി ഒരുക്കുന്നവനാണ് ദാസനായിട്ട് യോഹന്നാൻ സ്നാപകൻ. ഏറ്റവും അവസാനം കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അപ്പോൾ ഇവനൊരുക്കിയ വഴിയാണ് നമുക്ക് മുമ്പിൽ കർത്താവിനായിട്ടിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതിനുള്ള വഴി എന്താണ്? അനുതാപത്തിൻ്റെ വഴി. പശ്ചാത്തപിക്കുന്ന ഒരു പാപിയെ പോലും അവൻ്റെ കണക്ക് പുസ്തകം എടുത്തു വെച്ചിട്ട് അവനെ വിചാരണ ചെയ്യുന്നൊരു ദൈവത്തെയല്ല നമ്മൾ കാണുന്നത്. പല ദിവസത്തെ കള്ളന് ജീവിതയാത്രയിൽ അവൻ ചെയ്ത പാപങ്ങളുടെ കണക്ക് പുസ്തകമല്ല, മറിച്ച് കുരിശിൽ കിടക്കുമ്പോൾ നിൻ്റെ ഓർമ്മകളിൽ ഞാൻ ഉണ്ടായിരിക്കണമേ എന്ന് പറയുമ്പോൾ ഇരുട്ട് പിഴിഞ്ഞെടുത്ത ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നും വെട്ടത്തെ തിരിച്ചറിയുന്ന ഒരു ദൈവത്തെ കാണുന്ന മനസാക്ഷിയുടെ മാനസാന്തരത്തിന് സ്വരം. ഇരുട്ട് പിഴിഞ്ഞെടുത്ത് വെട്ടം വീഴുന്നത് ആ കുരിശിലാണ് പിഴിയപ്പെടുന്നത് എന്നത് ദൈവം ഞാൻ തിരിച്ചറിയുകയാണ്. പറയുകയാണ്, കള്ള, കൊച്ചു കള്ള, നീ ഇല്ലെങ്കിൽ എനിക്ക് എന്തോന്ന് പർദീസാണ്, അതുകൊണ്ട് നിന്നെയും കൂട്ടിക്കൊണ്ട് ഞാൻ പോകുന്നുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മാനസാന്തരം നമ്മുടെ ജീവിതയാത്രയിൽ ഒരു വലിയ അഗ്നിസാക്ഷ്യമായിട്ട് മാറേണ്ടതാണ്. ഇവിടെ നോക്കുക, അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ ഒരു മാറ്റമുണ്ട്. അദ്ദേഹം വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് സമ്പൂർണ്ണമായ വെജിറ്റേറിയൻ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. നമുക്കറിയാം, നമ്മുടെ പല്ലിൻ്റെ സ്റ്റൈലും ശരീരത്തിലെ അവയവങ്ങളുടെ ശൈലിയും ഒക്കെ വെജിറ്റേറിയൻ ലൈഫിൻ്റെയാണ്. അവർ വെജിറ്റേറിയൻ സംവിധാനമാണ് നമുക്കുള്ളത്. ഞാൻ ഭക്ഷണക്രമത്തെ പറ്റി അതിനെപ്പറ്റി ഒന്നും പറയില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്,
ഒരു സന്യാസ ജീവിതത്തെപ്പറ്റി കർത്താവിൻ്റെ ഒരു ധാരണ നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്ന ഒന്നാണ് ഈ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന വ്യക്തി. അടുത്തായിട്ട് നമ്മൾ കാണേണ്ടതാണ് ഈ ജോർദാനിൽ നിന്ന് യൂദയായാലും അതൊക്കെ സമതല പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ മനുഷ്യർ വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് തണുപ്പും സഹിച്ച് ഒക്കെ ചെല്ലുകയാണ്. ഒരൊറ്റ കാരണമേ ഉള്ളൂ, യോഹന്നാൻ എന്ന് പറയുന്ന കർത്താവിന് സാക്ഷ്യം നൽകുന്ന ഒരു വ്യക്തിത്വം മരുഭൂമിയിൽ വെയിലുകൊണ്ട് മഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട് ഞങ്ങളുടെ മാനസാന്തരത്തിനായിട്ട്. അവിടേക്ക് ജനം ഓടിക്കൂടുകയാണ്, ഒരു കാന്തിക വലയം തീരുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ചെറിയ പ്രായത്തിലൊക്കെ ഓർക്കാറുണ്ടായിരുന്നു, ഈ പപ്പ ഇങ്ങനെ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് കളയുന്ന ബ്ലേഡുകൾ ഞാൻ എടുത്ത് വെക്കുമായിരുന്നു. എടുത്തിട്ട് അതിങ്ങനെ മുറിച്ച് വെക്കും. മുറിച്ചിട്ട് ഞാനിങ്ങനെ കാനം കൊണ്ട് പിടിപ്പിക്കുമായിരുന്നു. കുറേ കഴിയുമ്പോൾ ഈ ഓരോ പച്ചിരുമ്പും ഓരോ ഇരുമ്പ് തുണ്ടും ഉപയോഗമില്ലാത്ത ഈ ഓരോ ഇരുമ്പ് തുണ്ടും കുറേ കഴിയുമ്പോഴത്തേന് കാനങ്ങളായിട്ട് മാറും. ഇതുപോലെ ഒരു സുവിശേഷ ശക്തി നമുക്കുണ്ട്. യോഹന്നാനെ തുടങ്ങി യേശുക്രിസ്തുവിൽ വന്ന് യേശുക്രിസ്തു ശിഷ്യന്മാരിലേക്ക് കടന്ന് ഒക്കെ നീങ്ങുന്ന യേശുക്രിസ്തു നിത്യപ്രകാശമായി മാറുന്ന മാനസാന്തരത്തിൻ്റെ സന്ദേശം ഇനിയും ആരിലൂടെയാണ് അലവടിക്കേണ്ടത്? നമ്മളിലൂടെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദിവസന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, വചനത്തെ ഓർത്ത് നമ്മൾ ലജ്ജിക്കരുത്. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ വചനത്തെ ഓർത്ത് ലജ്ജിക്കുന്നതിനെ ഓർത്ത് ഞാനും ദൈവദൂതന്മാരുടെ മുമ്പിൽ ലജ്ജിക്കും എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വചനത്തെ ഓർത്ത് ലജ്ജിക്കരുത്. നമ്മളൊരു പക്ഷേ പരിഹാസ്യനായിരിക്കാം, നമ്മുടെ സഭാസമൂഹത്തിലൊക്കെ എല്ലാവരെക്കാളും ഇകഴ്ത്തപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം, ആരും പരിഗണിക്കുന്നൊരു വ്യക്തിയായിരിക്കത്തില്ല. പക്ഷേ നിൻ്റെ ഉള്ളിൽ വചനം ഉണ്ടെങ്കിൽ ദൈവവേദനയെ നിന്നെ അവഗണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, മരുഭൂമിയുടെ ഭൂപ്രദേശങ്ങളിൽ അലഞ്ഞു തിരിയുന്ന ഒരു ശബ്ദമായി എൻ്റെ ശബ്ദം മാറുമ്പോഴും അവിടെ എനിക്കായി നിലകൊള്ളുന്ന ഒരു കർത്താവുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വഴിയൊരുക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ വഴിത്താരയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ദൈവപൈതലേ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ കരുണയാകട്ടെ.